വാർത്തയിലേക്ക്. സർക്കാരിനും പോലീസിനുമെതിരെ യാക്കോബായ ബാവ രംഗത്ത്. ഇത്രമാത്രം പീഡയും കഷ്ടതയും ഇതിനു മുമ്പ് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെന്ന് എംഎൽഎമാർക്ക് അയച്ച കത്തിൽ ബാവ പറയുന്നു. പിറവം തെരഞ്ഞെടുപ്പിന് ശേഷം സഭാവിശ്വാസികളെ പോലീസ് മർദ്ദിച്ചത് ആരുടെ നിർദ്ദേശാനുസരണമാണെന്നും ബാവ കത്തിൽ വ്യക്തമാക്കി. ഇതിന്റെ വിശദാംശങ്ങളുമായി CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അജിഷാദ്, യാക്കോബായ സഭയുടെ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്കീസ് സെന്ററിൽ നിന്നും ഈ മാസം 20-ാം തീയതി ആണ് ശ്രേഷ്ഠ ബാബ, കാതോലിക്ക ബാബ, തോമസ് പ്രഥമൻ MLA-മാർക്കും 140 MLA-മാർക്കും കത്തയച്ചിരിക്കുന്നത്. കഴിഞ്ഞ 36 വർഷത്തിനിടയിൽ ഇത്രമാത്രം പീഡയും കഷ്ടതയും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. വ്യവഹാരങ്ങളിൽ ജയമുണ്ടായാലും തോൽവിയുണ്ടായാലും യാക്കോബായ സഭയ്ക്ക് നീതി ലഭിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ബാബ കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. മാമലശ്ശേരി, മണ്ണത്തൂർ, വെട്ടിത്തറ, കല്യാട്ടുനിരപ്പ് തുടങ്ങിയ പള്ളികളുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുന്നതെന്നും ഇത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിച്ചേരുന്നതെന്നും ബാബ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിറവം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 5 മണിക്ക് തന്നെ പഴന്തോട്ടത്ത് പോലീസ് യാക്കോബായ സഭ വിശ്വാസികളുടെ നേരെ അതിക്രൂരമായി അക്രമം അഴിച്ചുവിട്ടു. തന്റെ കൂടി സാഹചര്യത്തിലായിരുന്നു യാക്കോബായ സഭ വിശ്വാസികളിൽ പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായത്. ഇത് ആരുടെയോ നിർദ്ദേശാനുസരണമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് കത്തിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. 78-ലും 2005-ലും ഇതേപോലത്തെ അനുഭവമാണ് ഉണ്ടായതെന്നും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതിയെ ഒഴിപ്പിക്കാൻ കഴിയില്ല എന്നും സർക്കാരിനെ സൂചിപ്പിച്ചുകൊണ്ട് ബാവ തിരുമേനി ഇതിൽ കത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. ചികിത്സ കഴിയാൻ ദിവസങ്ങൾ എണ്ണിയാണ് മുന്നോട്ട് പോകുന്നത് എന്നും പറയുന്നു. യാക്കോബായ സഭയ്ക്ക് കേരളത്തിൽ ഒരിക്കലും നീതി ലഭിക്കില്ല എന്ന തരത്തിലുള്ള നിഗമനത്തിലാണ് കത്ത് അവസാനം എത്തിച്ചേരുന്നത്. ജിംഷാദ്, വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി CN പ്രകാശ് നൽകിയത്. മറ്റൊരു വാർത്ത